ഈ കരടിക്കുഴിയിലുള്ള എല്ലാ മാന്യ ശ്രോതാക്കൾക്കും, ബഹുമാന്യരായ നാട്ടുകാർ, സ്നേഹിതന്മാർ എല്ലാവർക്കും ലോകരക്ഷകനും കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനം. കുമളി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ചർച്ച് ഓഫ് ഗോഡ് പ്രൊഫസി ദൈവസഭയുടെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന ഒരാത്മീയ സന്ദേശ യാത്രയാണ് ഈ ജംഗ്ഷനിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. നിങ്ങളുടെ വിലപ്പെട്ട സമയം ഈ സന്ദേശം ശ്രവിക്കുവാൻ ഞങ്ങൾ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു. ഒരു സന്ദേശമുണ്ടെങ്കിൽ അത് സുവിശേഷത്തിൻ്റെ സന്ദേശമാണ്. അതിൻ്റെ കാരണം മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ സത്യവചനം. അത് ഓരോ സ്ഥലങ്ങളിലും പ്രഘോഷിക്കപ്പെടുന്നത് ദൈവികമായ കൽപ്പന മനസ്സിലാകാത്ത ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നു. പൊതുവെ മനുഷ്യ ജീവിതം അസ്വസ്ഥമായി തീർന്നുകൊണ്ടിരിക്കുന്നു. ഒന്നും കൊണ്ടും സംതൃപ്തി വരാത്ത ഒരു കാലയളവിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഉണ്ട്, തീർച്ചയായും. മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും അടിമത്തത്തിൽ ലോകത്തിലുള്ള ജനങ്ങൾ മുങ്ങിത്താഴ്ന്നുകൊണ്ടിരിക്കുന്നു. കൊച്ചുകുട്ടികൾ പോലും മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായി ജീവിതത്തിൽ അവർ ലക്ഷ്യസ്ഥാനം എത്താൻ കഴിയാതെ നിരാശരായി അതപതിച്ചുകൊണ്ടിരിക്കുന്നു. എനിക്കുള്ള ഓഹരി തരണം, ഇനിയുള്ള സമയങ്ങൾ ഞാൻ എന്റെ ഇഷ്ടപ്രകാരം ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നു. ആ പിതാവിനെ നിർബന്ധിച്ച് ആ മകൻ തനിക്കുള്ള ഓഹരി വാങ്ങി ദൂരെ ഒരു ദേശത്തേക്ക് കടന്നുപോയി. തനിക്ക് അപരിചിതമായ ഒരു ദേശമാണെങ്കിലും ആ ദേശത്ത് തന്റെ സമ്പത്തെല്ലാം നശിച്ചു. തനിക്ക് ഒരു നേരത്തെ ആഹാരത്തിന് പോലും ഇല്ലാത്തൊരു സാഹചര്യമുണ്ടായി. അങ്ങനെ ഇരിക്കുമ്പോൾ താൻ ചിന്തിച്ച് എന്തെങ്കിലും ഒരു ജോലി ലഭിച്ചാൽ എന്റെ ആഹാര കാര്യങ്ങളെല്ലാം എങ്കിലും നടക്കും. താൻ എങ്ങനെ ജോലി അന്വേഷിച്ച് അവസാനം പന്നിയെ തീറ്റുന്ന ഞാൻ നിന്നോടും അങ്ങ് സ്വർഗത്തോടും പാപം ചെയ്തു. ഇനി അങ്ങയുടെ മകനെന്ന് വിളിക്കുവാൻ എനിക്ക് യോഗ്യതയില്ല. അങ്ങയുടെ വേലക്കാരിൽ ഒരാളെ പോലെ എങ്കിലും എന്നെ കരുതണമെന്ന് ഞാൻ ഏറ്റുപറയും എന്ന് അദ്ദേഹം തീരുമാനിച്ച് അവിടെ നിന്ന് എഴുന്നേറ്റു. എന്നാൽ എന്താണ് സംഭവിച്ചെന്നറിയാമോ? ആ മകൻ നഷ്ടപ്പെട്ട് പുറപ്പെട്ടു പോയ അന്നു മുതൽ ആ സ്നേഹനിധിയായ പിതാവ് തന്റെ മകനെ കാത്തിരിക്കുകയായിരുന്നു. ഇനി അങ്ങയുടെ മകനെന്ന് വിളിക്കുവാൻ എനിക്ക് യോഗ്യതയില്ല. അങ്ങയുടെ വേലക്കാരിൽ ഒരുവനെ പോലെയെങ്കിലും എന്നെ കരുതണം എന്ന് പറയാൻ ഇടയായിത്തീർന്നു. പ്രിയമുള്ളവരെ, ആ അപ്പൻ തന്റെ പാവങ്ങളെ കുറ്റങ്ങളെ എല്ലാം ക്ഷമിച്ച് തന്റെ മകനെ സ്വീകരിച്ച് ആ ഭവനത്തിൽ വലിയ ഉത്സവം തന്നെ ആചരിക്കുവാൻ ഇടയായി. ഇതുപോലെയാണ് പ്രിയപ്പെട്ടവരെ, ധാരാളം സ്നേഹിതന്മാർ നമുക്കുണ്ടായിരിക്കാം. നമുക്ക് ചിലവഴിക്കുവാൻ കുറച്ച് പണം നമ്മുടെ കയ്യിലുണ്ടായിരിക്കാം. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, ഇതൊക്കെ നഷ്ടപ്പെടുന്ന ഒരു സമയം വരും. അതൊക്കെ നഷ്ടപ്പെടുമ്പോഴാണ് യഥാർത്ഥമായ സ്നേഹിതർ ആരാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് ഇടയായിത്തീർന്നത്. പ്രിയമുള്ളവരെ, യഥാർത്ഥമായ ഒരുക്കമുള്ളവനാണ്. വിശുദ്ധ വചനത്തിൽ ഇങ്ങനെ പറയുന്നു, കർത്താവായ യേശു പറഞ്ഞു, ഞാൻ നിങ്ങളെ അനാഥരായി കൈവിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും. പ്രിയമുള്ളവരെ, നമ്മെ സ്നേഹിക്കുന്ന, നമ്മുടെ സാഹചര്യങ്ങളെ അറിയുന്ന കർത്താവായ യേശു നിങ്ങളെ വിളിക്കുകയാണ്. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ, യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. നിത്യ സ്നേഹത്താൽ യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. മനുഷ്യന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ ഈ താണഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് നമ്മൾ ശിക്ഷയേക്കേണ്ട സ്ഥാനത്ത്, നാം മരിക്കേണ്ട സ്ഥാനത്ത് നമ്മുടെ പാപങ്ങളെ ഏറ്റെടുത്ത് യേശു ക്രിസ്തു നമുക്ക് പകരമായി മരിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. പ്രിയമുള്ളവരെ, യേശു മരിച്ചു, കല്ലറയിൽ അടക്കപ്പെട്ട്, എന്നാൽ മരണത്തെ അതിജീവിച്ച് മൂന്നാം നാൾ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേൽക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. പ്രിയമുള്ളവരെ, പാലസ്തീനിൽ ഇന്ന് തുറന്നു കിടക്കുന്ന ഒരു കല്ലറയുണ്ട്. ലോകത്തിൽ അനേകം മഹാന്മാർ മരിച്ച് അടക്കപ്പെട്ടു കല്ലറയിൽ ഇന്നും അടഞ്ഞു കിടക്കുമ്പോൾ യേശുവിന്റെ കല്ലറ വിളിച്ചു പറയുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. യേശു ക്രിസ്തു അവിടുന്ന് ഉയർത്തെഴുന്നേറ്റ കർത്താവാണ്. പ്രിയമുള്ളവരെ, ഞാൻ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തു മരണത്തെ അതിജീവിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന യേശു അത്രേ. നിങ്ങൾ ആരായിക്കൊള്ളട്ടെ, ഏത് കുടുംബത്തിൽപ്പെട്ട വ്യക്തിയായിക്കൊള്ളട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ നിത്യമായ സമാധാനവും സന്തോഷം തരുവാൻ, നിങ്ങളുടെ പാപത്തിന് ശാശ്വതമായ പരിഹാരം തരുവാൻ, അത് മാത്രമല്ല നിത്യജീവൻ തരുവാൻ യേശു ക്രിസ്തുവിനെ മാത്രമേ കഴിയുള്ളൂ. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക.
എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. മറ്റൊരുത്തനും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ കീഴിൽ ഭൂമിയിൽ മനുഷ്യരുടെ രക്ഷിക്കപ്പെടുവാൻ ഏതൊരു മാർഗം കർത്താവായ യേശു ക്രിസ്തു മാത്രമത്രേ. യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. ആ യേശുവിന്റെ സ്നേഹത്തിലേക്ക് നിങ്ങൾ കടന്നു വരുമോ? അതിനൊരു പൈസ മുടക്കേണ്ട ആവശ്യമില്ല. തീർത്ഥാടനങ്ങളോ പുണ്യസ്ഥലങ്ങളോ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ ഹൃദയംഗമായി പ്രകാരം ഏറ്റുപറയാൻ തയ്യാറാകുമോ? കർത്താവായ യേശുവേ, ഞാനൊരു പാപിയാണ്. എന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ അങ്ങ് ഈ ലോകത്തിലേക്ക് കടന്നു വന്ന് എന്റെ പാപങ്ങളെ ഏറ്റെടുത്ത് ഞാൻ ശിക്ഷയേക്കേണ്ട സ്ഥാനത്ത് എനിക്ക് പകരമായി അങ്ങ് മരിച്ചു, കല്ലറിൽ അടക്കപ്പെട്ട് എന്നാൽ മരണത്തെ അതിജീവിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നതിനെ വിശ്വസിക്കുന്നു. എന്റെ പാപങ്ങളെ ക്ഷമിക്കണമേ, എന്റെ ഉള്ളിൽ കടന്നു വരണമേ, എന്നെ ദൈവത്തിലായി സ്വീകരിക്കണമേ എന്ന് ആത്മാർത്ഥമായി ആര് പ്രാർത്ഥിക്കുന്നുവോ നിങ്ങളുടെ അടുക്കിലേക്ക് യേശു കടന്നു വരും. പ്രിയമുള്ളവരെ, നാളെ എന്ന് നമ്മുടെ കയ്യിലല്ല കേട്ടോ. മനുഷ്യ ജീവിതം താൽക്കാലികമാണ്. അടുത്ത നിമിഷം എന്ത് സംഭവിക്കുമെന്ന് നമുക്കാർക്കും പറയാൻ കഴിയില്ല. ഇപ്പോഴാകുന്ന സുപ്രസാദകാലം, ഇപ്പോഴാകുന്ന രക്ഷാ ദിവസം. ഈ കർത്താവായ യേശുവിനെ രക്ഷകനായി സ്വീകരിപ്പാൻ നിങ്ങളിൽ എത്ര പേർ തയ്യാറാകുന്നു? സ്നേഹിത, മദ്യപാനവും മയക്കുമരുന്നും ഒന്നും പ്രശ്നത്തിന് പരിഹാരമല്ല. ആത്മഹത്യ പ്രശ്നത്തിന് പരിഹാരമല്ല കേട്ടോ. ഇന്ന് കൊലപാതകങ്ങൾ അടിക്കടി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. സഹോദരങ്ങൾ തമ്മിൽ, മാതാപിതാക്കൾ മക്കളും തമ്മിൽ കൊലപാതകം ചെയ്യുന്ന വല്ലാത്തൊരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പ്രിയമുള്ളവരെ, മനുഷ്യ അസ്വസ്ഥമായ ജീവിതം, സ്വസ്ഥത നഷ്ടപ്പെട്ട, സമാധാനം നഷ്ടപ്പെട്ട ജീവിതത്തിൽ സ്വസ്ഥതയും സമാധാനം നൽകുവാൻ കർത്താവായ യേശു ക്രിസ്തുവിന് കഴിയും. യേശുവിന്റെ അടുക്കലേക്ക് കടന്നു വരാൻ തയ്യാറാകുമോ? ഇങ്ങനെ നേരി ജീവിക്കാൻ എത്ര നാൾ നമുക്ക് ജീവിക്കുവാൻ കഴിയും? തമ്പുരാൻ തന്ന ഈ ശിഷ്ടായുസ് അവൻ സന്തോഷത്തോടെ സമാധാനത്തോടെ നമുക്ക് ജീവിക്കേണ്ടേ? അതിനുള്ള ഏകമാർഗം കർത്താവായ യേശു ക്രിസ്തു അത്രേ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിപ്പാൻ നിങ്ങളെ ഞങ്ങൾ ആഹ്വാനം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. ഒരു കാര്യം കൂടെ പറയട്ടെ. വിശുദ്ധ ബൈബിൾ ഇങ്ങനെ പറയുന്നു, ഒരിക്കൽ പാപത്തിന്റെ പരിഹാരം വരുത്തുവാൻ സ്വർഗത്തിലെ സകല മഹിമകളും വിട്ട് ഈ താണഭൂമിയിലേക്ക് ഇറങ്ങി വന്ന കർത്താവായ യേശു ക്രിസ്തു താമസമിന്നെ അവിടുന്ന് വീണ്ടും കടന്നു വരികയാണ്. തന്നിൽ വിശ്വസിച്ച് തന്റെ മക്കളായി സ്വീകരിക്കുന്ന തന്റെ ഭക്തന്മാരെ ചേർക്കുവാൻ യേശു ക്രിസ്തു വീണ്ടും വരുന്നു. ക്രിസ്തു പേരുള്ളതുകൊണ്ട് സ്വർഗത്തിൽ പോകണമെന്നില്ല കേട്ടോ. പ്രിയമുള്ളവരെ, യേശുവിനെ നിങ്ങൾ വ്യക്തിപരമായി സ്വീകരിക്കണം. വിശുദ്ധ ബൈബിളിൽ പറയുന്നു, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. അതുകൊണ്ട് ക്രിസ്തുയേശുവിലുള്ള ആർക്കും ശിക്ഷാവിധിയില്ല എന്ന് വിശുദ്ധ ബൈബിൾ പറയുന്നു. നിങ്ങൾ യേശുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവായി സ്വീകരിച്ചിട്ടുണ്ടോ? ഇല്ല എങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു തീരുമാനം എടുക്കുമോ? മനുഷ്യ ജീവിതം താൽക്കാലികമാണ്. അടുത്ത നിമിഷം എന്ത് സംഭവിക്കും നമുക്കാർക്കും പറയാൻ കഴിയില്ല. ഇന്ന് മരിച്ചാൽ നിങ്ങളുടെ നിത്യത എവിടെ ചെലവഴിക്കും? ഒരു നിമിഷം ചിന്തിക്കുമോ? മരണം കൊണ്ട് ജീവിതം അവസാനിക്കുന്നില്ല സ്നേഹിത. മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ട്. വിശുദ്ധ ബൈബിളിൽ പറയുന്നു, ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും ദൈവസകല മനുഷ്യർക്കും നിയമിച്ചിരിക്കുന്നു. പ്രിയമുള്ളവരെ, കർത്താവായ യേശു ക്രിസ്തു വീണ്ടും വരും എന്നതിന്റെ തെളിവാണ് ഇന്ന് ലോകത്തിൽ കാണുന്നത്. വിശുദ്ധ ബൈബിളിൽ പറയുന്നു, ജാതി ജാതിയോടും രാജ്യങ്ങളോടും എതിർക്കും, യുദ്ധങ്ങളും ക്ഷാമങ്ങളും ഭൂകമ്പങ്ങളും അവിടെ ഇടങ്ങളായി ഉണ്ടാകും. പ്രിയമുള്ളവരെ, ഇന്ന് മഹാവ്യാധികൾ ലോകത്തിൽ കാർന്നു നിന്നുകൊണ്ടിരിക്കുന്നു. ജലപ്രളയങ്ങളും മണ്ണിടിച്ചിലുകളും മനുഷ്യ ജീവനെ അപഹരിക്കുന്നു. അടുത്ത നിമിഷവും എന്ത് സംഭവിക്കും നമുക്കാർക്കും പറയാൻ കഴിയത്തില്ല. നാം നേടിയതൊക്കെ ഇവിടെ വിട്ടു പോകേണ്ടവരാണ്. എന്നാൽ നിത്യമായൊരു ഭവനം കർത്താവായ യേശു ഒരുക്കുന്നുണ്ട്. അതുകൊണ്ട് യേശു പറഞ്ഞു, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, എന്നിൽ വിശ്വസിപ്പീൻ, എന്റെ പിതാവിൽ വിശ്വസിപ്പീൻ. ഞാൻ നിങ്ങൾക്ക് ഭവനം ഒരുക്കാൻ പോവുകയാണ്. ഞാൻ ഭവനം ഒരുക്കിയാൽ വീണ്ടും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്ത് കൊള്ളും. യേശു ക്രിസ്തു വീണ്ടും വരുന്നത് തന്റെ ഭക്തന്മാരെ ചേർക്കുവാൻ വേണ്ടിയാണ്. യേശുവിന്റെ വരവിന് വേണ്ടി നിങ്ങൾ ഒരുങ്ങിയിട്ടില്ല എങ്കിൽ ആ വരവിന് വേണ്ടി നിങ്ങൾ ഒരുങ്ങുവാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ എവിടെയായിരുന്നാലും എന്നോട് ചേർന്ന് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുവാൻ തയ്യാറാകുമോ? നിങ്ങളുടെ ഭവനങ്ങളിലോ കടത്തിലോ വാഹനത്തിലോ പല സ്ഥലങ്ങളിലിരുന്ന് ശ്രമിക്കുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രിയമുള്ളവരെ, നിങ്ങൾ എവിടെയായിരുന്നാലും നിങ്ങളുടെ ആ സാഹചര്യത്തിലേക്ക്, നിങ്ങളുടെ അടുക്കിലേക്ക് യേശു ക്രിസ്തു കടന്നു വരും. നിങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരം തരും, നിങ്ങളുടെ പാപത്തിന് ക്ഷമ തരും, നിങ്ങൾക്ക് നിത്യ സമാധാന സന്തോഷം തരും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ കർത്താവേ, ഈ ദൈവവചനം കേട്ട എല്ലാ ജനത്തെയും ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കർത്താവേ, അവരുടെ ജീവിതത്തിന്, അവരുടെ പ്രശ്നത്തിന് പരിഹാരം നൽകണമേ, സമാധാന സന്തോഷം നൽകണമേ. ആത്മീയത്തിൽ നിന്നും മദ്യപാനത്തിന്റെയും മയക്കുമരുന്നിന്റെ പിടിയിൽ നിന്ന് കർത്താവ് ജനത്തെ വിടുവിക്കണമേ. കർത്താവേ,
ഏത് വിഷയത്തിന്റെ നടുവിൽ അവർ ഭാരം അനുഭവിക്കുന്നു, രോഗത്താൽ ഭാരപ്പെടുന്നവർക്ക് സൗഖ്യം കൊടുക്കണമേ. കാടബാധിതരായി, സാമ്പത്തിക ക്ലേശങ്ങളായി, മക്കളെ ഓർത്ത് വിവിധ വിഷയങ്ങളായി ഭാരപ്പെടുന്നവരെ കർത്താവ് വിടുവിക്കണമേ എന്ന് കൂടെ പ്രാർത്ഥിക്കുന്നു. ഹൃദയത്തിന്റെ നീർന്ന അനുഭവങ്ങളിൽ നിന്ന് എല്ലാം കർത്താവ് വിടുവിച്ച് നിത്യ സമാധാന സന്തോഷം അവർക്ക് നൽകണമേ, ആവശ്യം നൽകണമേ എന്നും കൂടെ പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കാര്യങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഈ ദേശത്തെ അനുഗ്രഹിക്കണമേ, ബിസിനസ് ചെയ്യുന്നവരുടെ ബിസിനസിനെ അനുഗ്രഹിക്കണമേ, പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ബുദ്ധിയും ജ്ഞാനവും ഓർമ്മശക്തിയും കൊടുത്ത് നല്ല ഭാവി കൊടുക്കണമേ. പ്രായമായവരെ കർത്താവെ സംരക്ഷിക്കണമേ. അനേക മക്കൾ അവരുടെ മാതാപിതാക്കളെ സംരക്ഷിക്കാൻ കഴിയാതെ അവര് അവഗണിക്കുന്ന ഈ കാലഘട്ടത്തിൽ കർത്താവെ, വാർദ്ധക്യം അറിവുള്ള കാലത്തോളം ഞാൻ നിന്നെ ചുമക്കുമെന്ന് അങ്ങനെ വാഗ്ദത്ത വചനമുണ്ടല്ലോ. കർത്താവിനെ കരുതണമേ, പരിപാലിക്കണമേ എന്ന് കൂടെ പ്രാർത്ഥിക്കുന്നു. കർത്താവ് എല്ലാ ഭാരത്തിൽ നിന്നും എല്ലാ നിരാശയിൽ നിന്നും വിടുവിക്കണമേ എന്ന് കൂടെ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മുന്നിൽ ഒരു വഴിയുമില്ല, ആത്മഹത്യ മാത്രമേ എന്റെ മുന്നിലുള്ളൂ എന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുവെങ്കിൽ കർത്താവെ, അങ്ങയുടെ വചനം പറയുന്നല്ലോ, ഒരു മനുഷ്യ സർവ്വലോകം നേടിയിട്ടും തന്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ അവനെന്ത് പ്രയോജനമെന്ന്. കർത്താവ്, അങ്ങേ വിശ്വാസത്തിലേക്ക് കടന്നു വരുവാൻ ദൈവം സഹായിക്കണമേ. സകല പ്രശ്നത്തിനും അങ്ങ് പരിഹാരം നൽകുന്ന ദൈവമായിരിക്കാൻ നന്ദിയോടുകൂടെ വാഴ്ത്തുന്നു. വചനം കേട്ട എല്ലാവരും അനുഗ്രഹിക്കണമേ. ഈ ദേശനിവാസികൾ എല്ലാവരും അനുഗ്രഹിക്കണമേ. പ്രാർത്ഥനയാതിനെ കേട്ടതിനായി സ്തോത്രം. മഹത്വം എല്ലാം അങ്ങേക്ക് യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് നിങ്ങൾ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഏതെങ്കിലും പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ നിങ്ങൾ മുന്നോട്ട് കടന്നു വന്നാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കുമളിയിൽ അട്ടപ്പള്ളം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ചർച്ച് ഓഫ് ഗോഡ് പ്രവാസി ദൈവസഭയുടെ സിയോൻ പ്രാർത്ഥനാ കേന്ദ്രത്തിൽ എല്ലാ ദിവസവും പ്രാർത്ഥന നടക്കുന്നു. നിങ്ങൾ എല്ലാവരെയും ആ പ്രാർത്ഥനാ കേന്ദ്രത്തിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ. ഗോഡ് ബ്ലെസ് യു. പ്രൈസ് ദി ലോർഡ്.